ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. ജാനുവിന്റെ കല്യാണത്തിന് ചേച്ചി പോയില്ലേ? ഇല്ല. എന്താ ചേച്ചി പോവാത്തെ? ചേച്ചിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ? അതല്ലുണ്ണി, ഞാൻ അവിടെ ചെല്ലുമ്പോ ഓരോരുത്തരും ചോദ്യം ഉണ്ടാവും. കല്യാണമൊന്നും ആയില്ലേ, എന്താ നടത്താത്തെന്നൊക്കെ. എന്നെ കൊണ്ടാവില്ല, പറഞ്ഞു പറഞ്ഞ് മടുത്തോ. ചേച്ചിയുടെ കല്യാണം അച്ഛൻ നടത്താഞ്ഞിട്ടല്ലേ? സ്ത്രീധനം കൊടുക്കാൻ അച്ഛനടുത്ത് പൂത്ത പണം ഉണ്ടല്ലോ, അച്ഛൻ കൊടുക്കൂല. ഇങ്ങനത്തെ ഒരു അച്ഛൻ പിന്നെ ആർക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ? വേണ്ടുണ്ണി, ഇനി അതും പറഞ്ഞ് അച്ഛന് തല്ലു കൊള്ളണ്ട. അല്ലാതെ തന്നെ നിനക്ക് വേണ്ടത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ കണക്കെല്ലാം ശരിയല്ലേ? കല്യാണത്തിന് തട്ടാര് വരാതിരിക്കുക കേട്ടോ. ഈ ചിങ്ങത്തില് മോക്ക് 18 വയസ്സ് തികയും. വയസ്സ് തികയാഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ദേവസ്ഥ കൊടുത്തിരിക്കുക. ഓരോ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ അങ്ങ് തീരുമല്ലോ. അപ്പൊ ഗോപാലനാർ ഇറങ്ങല്ലേ? ഓ ശരി, എന്നാ ചെല്ലേ. എല്ലാരും എന്നോടാ ചോദിക്കുന്നത്, ചേച്ചിയുടെ കല്യാണം എന്താ നടത്താത്തെന്ന്. നമുക്ക് നടത്തണ്ടേ ചേച്ചാ? ആങ്ങളുടെ കാശുണ്ടായിരുന്ന നേരത്തെ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? എന്റെ കാശില്ല, അച്ഛൻ്റെ അടുത്ത് പൂത്ത പണമില്ലയോ? ഇവിടെ വരുന്നവർക്ക് പെണ്ണിനല്ലേ പണമല്ലേ വേണ്ടത്? അച്ചിട്ടാല് പൊന്നും പണം കെട്ടി വെച്ചിരിക്കല്ലേ വാരിക്കോരി കൊടുക്കാൻ. അച്ഛനെ പണം കെട്ടി പിടിച്ചോണ്ടിരിക്കുന്നതിനാ? ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുവാണോ? മിണ്ടാതെ അവിടെ നിന്ന് പടതോണം. അച്ഛനിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കാശ് വാങ്ങിയാലേ അതിന്റെ ശാപം മുഴുവൻ കിട്ടുന്ന മക്കൾക്കാ. കഴിവേറി നീ എന്നെ നേരെ സംസാരിക്കാതല്ലടാ, അടിച്ച അസ്ഥിയാ പിടിച്ചോളയും. ആ ഉണ്ണി, ഞാൻ പറഞ്ഞല്ലേ പറയണ്ടെന്ന്. അച്ഛൻ ലീലേച്ച കെട്ടിക്കില്ല. ഭാർഗവനെ, ഭാർഗവനില്ലേ ഇവിടെ? ഇല്ല, കടയിൽ പോയിരിക്കുക. കടയിൽ നിന്നാ വരുന്നത്, അവിടെ ഒന്നും കണ്ടില്ല. മുതലോ തരുന്നില്ല, 3-4 മാസമായി പലിശ നിന്നിട്ട്. ഇങ്ങനെ പോയാ എങ്ങനാ? അവൻ വരുമ്പോ പറഞ്ഞേര്. എന്താ ഇവിടെ കല്യാണമൊന്നും ആയില്ലേ? പലയിടത്തും പറയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. സ്വന്തം മകളുടെ കാര്യം നോക്കാതെയാ മറ്റുള്ളവരുടെ കാര്യം തിരക്കുന്നേ. കാശ് ചെലവാകുമെന്ന് കരുതിയാ ലീലയെ കെട്ടിച്ചയക്കാത്തെ. പാവം, അവൾക്ക് 18 വയസ്സായി. ഒന്നും കൊടുക്കാതെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകുന്നു കരുതിയിരിക്കുക തട്ടാര്. ഈ കാലത്ത് നടക്കൂ? എനിക്ക് അവളെ കാണുന്നത് ദേഷ്യ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ പച്ചക്കിളിയെ നിന്നെ ഞാൻ പാടത്തെ പച്ച. എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല, അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ, ഞാൻ വല്ല നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ നിന്നെ ഞാൻ സിഗരറ്റാ? ഓ, വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു വെയിറ്റ്? ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിൽ ആപ്പറേറ്ററാ. കല്യാണം കഴിയുന്ന അന്ന് മുതലേ നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ. എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാൽ, അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാൽ സാരില്ല. വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ?
ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ സ്ഥലം മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. ഇതിനെന്തോ വില? 40 രൂപ. അയ്യോ, ഇത് എല്ലാത്തും കൂടെ 5 രൂപ. 5 രൂപയോ? ആ കൈ കൊണ്ടുപോയി വീട്ടിൽ ചെന്നേ മീനെ തൊട്ടെന്ന് പറഞ്ഞാ മതി. 5 രൂപ പോലും. എന്നാ ഒരു രൂപ പിടിച്ചോ. എന്തൊരു നാറ്റം. പോകുന്ന വഴിക്ക് ഒന്ന് കുളിച്ചിട്ട് പോ. അമ്മ വന്നോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് നല്ലപോലെ നല്ല പറഞ്ഞേ. അയ്യോ അതേതായാലും നന്നായി. ഇല്ലെങ്കിലേ ആ മീൻ മുഴുവൻ തലേ കമിഴ്ത്തിയേനെ. പഠിക്കാത്തതിന് പാറൂട്ടി ടീച്ചറുടെ തല്ല് എന്നും എനിക്ക് കൊള്ളുമായിരുന്നെങ്കിലും ഈ കുട്ടികളെ കാണുമ്പോഴാ ആ കാലം കഴിഞ്ഞതിൽ വിഷമം തോന്നുന്നത്. അല്ലേ തട്ടാക്കുട്ടി? ശരിയാ, കുട്ടികളായിരിക്കുമ്പോ തോന്നും വേഗം വലുതാവണമെന്ന്. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. തട്ടാക്കുട്ടി മിടുക്കനായിരുന്നു, ഞാനൊരു മണ്ടിയും. തട്ടാക്കുട്ടി പഠിത്തം നിർത്തണ്ടായിരുന്നു. എനിക്ക് വലിയ ആശ ഉണ്ടായിരുന്നു, നമ്മളെ കണക്ക് പഠിപ്പിച്ച ഗോപാല സാറിനെ പോലെ ഒരു സാറാകണമെന്ന്. എന്നാ തട്ടിക്ക് പഠിക്കായിരുന്നേ. കണക്കില്ലായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുട്ടിയോട് വിളിച്ചപ്പോ എന്റെ പുത്തൻ ചാശി ഒഴിച്ചു. എന്ത് ദേഷ്യമായിരുന്നു തട്ടാക്കുട്ടിക്ക്. എന്നിട്ട് ഞാനല്ല തട്ടാക്കുട്ടി 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 എന്ന് ഒരു അവനെങ്കിലും വിളിച്ചു കാണും. എല്ലാരും എന്നെ ഉണ്ണീന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മൂട്ടേനെ തട്ടാക്കുട്ടീന്ന് വിളിക്കുന്നത് കേൾക്കാനാ ഇന്നെനിക്കിഷ്ടം. അയ്യോ, നീ മറക്കും പാടം പച്ചച്ച പാവാടയിട്ടപ്പം പാവം നീ എത്ര മേലോട്ടു നോക്കി ആടി കളിച്ചതും പാടി പറന്നതും ഒന്നായി കണ്ണീര് നീ. കല്യാണം എവിടെ നിർത്തിട്ട് നടത്തണം നീ പറയണേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും എവിടുന്നെങ്കിലും കടവും വായ്പയും വാങ്ങി നമുക്കതങ്ങ് നടത്താം. ആ അച്ചുതൊട്ടാരോട് വാങ്ങിയിട്ടുള്ള മുതല് പോട്ടെ, പലിശ പോലും കൊടുത്തിട്ടില്ല. ആ പറയാൻ മറന്നു, ഇന്ന് തട്ടാര് വന്നിരുന്നു. ഉവ്വോ, ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ എന്റെ കയ്യിലും ഉണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് നടത്തണം. ഇങ്ങനൊരു കാര്യം ഒത്തു കിട്ടാനാ പാട്. ശാന്തേ, അമ്മൂനെ കുറിച്ച് എനിക്ക് വിചാരില്ലാന്നുണ്ടോ? എപ്പോഴും അവളാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സില് ഒരാലോചന ഇല്ലാതില്ല. എന്താ അത്? അല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ ഒരു ശങ്ക. ഭാർഗവേട്ടൻ നല്ലതല്ലേ ആലോചിക്കൂ. നല്ല കാര്യമാണെങ്കിൽ നമുക്കത് നടത്താം. പറയൂ ഭാർഗവേട്ട. ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്കും നിനക്കും അമ്മൂനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കടം കയറി പെരുകൂല്ല. എന്താണെന്ന് വെച്ചാ തുറന്നു പറ ഭാർഗവേട്ട. പറയാം. ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് നീ കരുതണം. മനസ്സാ വാചാ കർമ്മണ ഈ ഭാർഗവേട്ടന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അമ്മൂനെ ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാൽ എന്താ? ഇതിത്ര വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവ. നമുക്കാണെങ്കിൽ ഒരാൺകുട്ടി ഇല്ല.